ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല രുചികരമായിട്ടുള്ള ഒരു മുളക് ബജിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് മുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മുളകാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലെ അരിയൊക്കെ ഒന്ന് മാറ്റണം. ഇത് എരിവില്ലാത്ത മുളകാണ്. ചില മുളകിന് കുറച്ച് എരിവ് കാണും കേട്ടോ, അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തിലെ അരിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം. മുളക് നെടുക ഇതേപോലെ ഒന്ന് കീറിയ ശേഷം ഒരു കത്തിയോ ഒരു സ്പൂണോ എല്ലാം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിയൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി. ഇനി വലിയ മുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ബജി ഉണ്ടാക്കാവുന്നതാണ്. ബജി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് ഫില്ലിങ്സ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ ബജി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇത് ഒരു വലിയ മുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ തണ്ട് വെച്ച് തന്നെ നന്നായിട്ട് ഇതേ രീതിയിൽ നെടുക നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അരിയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുളകും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതാ കണ്ടില്ലേ, മുളകെല്ലാം ഞാൻ അരിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിയ മുളകെല്ലാം ഞാൻ നെടുക കീറി എടുത്തിട്ടുണ്ട്. ചെറിയ മുളകെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അരിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നല്ല കണ്ണാടി പോലെ ഒന്ന് ആയി വരുന്ന ആ ഒരു രീതിയിൽ മാത്രം നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ബജിയുടെ കൂടെ ആയാലും അതുപോലെ ദോശയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണിത്. നമ്മൾ ഈ ചട്നിക്ക് ഈ സവാള മാത്രമേ നമ്മളിതുപോലെ വഴറ്റിയെടുക്കുന്നുള്ളൂ, വേറെ ഒന്നും നമ്മളിതുപോലെ വഴറ്റിയെടുക്കുന്നില്ല. സവാള നമ്മൾ വഴറ്റിയിട്ട് ഇതേപോലെ ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. സവാളയുടെയൊക്കെ ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വിനേഗറാണ് കേട്ടോ. 1 ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ചെറിയ ഒരു മധുരവേ ആകാവൂ. അപ്പം നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, നമ്മുടെ ചട്നിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നേരം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി ബജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ബജി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാവാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഏത് ബജി ആയാലും നമ്മൾ ഈ കായം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, പക്ഷെ ഒരുപാടായി പോകരുത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു മാവായിട്ട് മാറ്റണം. ഇതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ തയ്യാറാക്കാൻ. കാരണം ബജിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ മാവാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ബജി നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. മാവൊക്കെ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഉണ്ടാക്കുന്ന ബജിയിൽ ഈ മാവ് പിടിക്കില്ല. പലരും പറയുന്നതാണ് ഈ ബജി ഉണ്ടാക്കുമ്പോഴേ മാവ് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ ഉണ്ടാക്കിയെടുക്കുന്ന മാവ് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്.
ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകൊക്കെ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് ബജി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് കാണും. അതുമാത്രമല്ല നമ്മൾ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവ് ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ മാവൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവ് തയ്യാറാക്കാൻ. ഇനി ഇതിൻ്റെ മാവിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതേപോലെ ഒരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഈ സ്പൂണിൽ നന്നായിട്ട് ദാണ്ട മാവ് പിടിച്ചിരിക്കണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ. ഇനി നമ്മളിത് 2 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ ഒന്നുകൂടി ഇത് കുറുകി വരും. ഇതാ കണ്ടില്ലേ, ഞാനൊരു 2 മിനിറ്റ് കൂടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ മാവ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഏത് ബജി ഉണ്ടാക്കിയാലും നമ്മുടെ ഈ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ നമുക്കിനി ബജി ഉണ്ടാക്കിയെടുക്കാം. ബജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മാവിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ മുളകും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മുളകിൻ്റെ എല്ലാ സൈഡിലും നമ്മുടെ ഈ മാവ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ, ഇതേ രീതിയിൽ. എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ മുകൾ വശം അങ്ങ് മുരിഞ്ഞു വരികയും മുളകൊന്നും വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് പതുക്കെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കാരണം ഈ മുളകൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് തൂക്കിക്കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. അതേപോലെ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തിരിച്ചിടാനൊന്നും നോക്കരുത്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിടാവൂ കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളതിനകത്ത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാതെ തന്നെ ഇതിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട 2 സൈഡ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ മുളക് ബജിയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചട്നിയും അതേപോലെയുള്ള ബജിയുമാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുളക് കണ്ടില്ലേ, മുളക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സൂപ്പറാണെന്നറിയാമോ. അതേപോലെ തന്നെ നമ്മുടെ ചട്നി ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ് ചട്നിക്ക് കേട്ടോ. ഇതേപോലെ ചട്നി ഉണ്ടാക്കി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.